സഹകരണ മേഖലയ്ക്ക് അഭിമാനകരമായ നേട്ടങ്ങളുമായി ശക്തമായി മുന്നോട്ടു പോകാനുള്ള പാതകൾ നിയമ ഭേദഗതികളിലൂടെ സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ. അനഭിലഷണീയമായ പ്രവണതകൾ തടയാനുള്ള ശക്തമായ നിയമ സംവിധാനങ്ങൾ ഇന്ന് സംസ്ഥാനത്തുണ്ട്. സമ്പദ് മേഖലയിൽ വൻകിട കോർപ്പറേറ്റുകളെ ചെറുക്കുന്ന ബദൽ മാർഗങ്ങൾ സൃഷ്ടിക്കാൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് കരുത്തുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 71ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനം തിരൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ കാർഷിക മേഖലയിൽ നമ്മൾ പുതിയതായി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും അത് പ്രോത്സാഹിപ്പിക്കാനും അതിന് പശ്ചാത്തല സൗകര്യം ഒരുക്കിയെടുക്കാനും എല്ലാം അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തി നാം നടത്തുന്ന പ്രവർത്തനവും അതോടൊപ്പം തന്നെ കേരള ബാങ്കും ഈ കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ട് കൈപിടിച്ചുയർത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളിലും എല്ലാ സഹകരണ സംഘങ്ങളും മുന്നോട്ട് വരേണ്ട പ്രാധാന്യം നമ്മൾ കഴിഞ്ഞ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. തിരൂർ ബി.ആൻകോ കാസിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോട് എൻ. കൃഷ്ണൻ നായർ അധ്യക്ഷനായി. മികച്ച സഹകരണ പരിശീലന കേന്ദ്രം, കോളേജുകൾക്കുള്ള അവാർഡ് ദാനം എന്നിവ മന്ത്രി നിർവഹിച്ചു. സംസ്ഥാനതല സ്കൂൾ കോളേജ് പ്രസംഗ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ ഡി. സജിത് ബാബു നിർവഹിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു. സൈനുദ്ദീൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി. പുഷ്പ, നൌഷാദ് നെല്ലാഞ്ചേരി, കെ. എം. മല്ലിക, നഗരസഭാ കൗൺസിലർ എസ്. ഷബീർ അലി, എ. ശിവദാസൻ, അഡ്വക്കേറ്റ് പി. ഹംസക്കുട്ടി, അഡ്വക്കേറ്റ് ദിനേശ് പുകയിൽ, വി. പി. മുഹമ്മദ് ഹനീഫ എന്നിവർ സംസാരിച്ചു. തിരൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇ. ജയൻ സ്വാഗതവും എം. പി. രജിത് കുമാർ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന്റെ ഭാഗമായി സഹകരണ മേഖല പ്രതിസന്ധികളും പ്രതിവിധികളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ കായിക വകുപ്പ് മന്ത്രി വി. അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് യു. സൈനുദ്ദീൻ അധ്യക്ഷനായി. എം. ശശികുമാർ മോഡറേറ്റർ ആയിരുന്നു. ഡോക്ടർ രാമനുണ്ണി വിഷയാവതരണം നടത്തി. ഊരാളുങ്കൽ സഹകരണ സംഘം ചെയർമാൻ രമേശൻ പാലേരി, സി. എൻ. വിജയകൃഷ്ണൻ, എൻ. സുബ്രഹ്മണ്യൻ, കൃഷ്ണൻ കോട്ടുമല, എം. കെ. രാമചന്ദ്രൻ, സി. സുജിത്ത്, ടി. വി. ഉണ്ണികൃഷ്ണൻ, പൊൻപാറ കോയക്കുട്ടി, കെ. സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. എ. ശിവദാസൻ സ്വാഗതവും എൽ. പ്രിയ നന്ദിയും പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് തിരൂർ. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.